ഈ മന്ദാകിനി എന്നുള്ളൊരു പേര് ഭയങ്കര യുണീക്ക് ആണ് അല്ലെ. നമ്മുടെ ഒരു ആൽക്കഹോൾ ബ്രാൻഡ് ഇങ്ങനെ ഒരു പേര് പൊതുവെ കേട്ടിട്ടേ ഇല്ലായിരിക്കും. ഇങ്ങനെ ഒരു നെയിമിലേക്ക് ഇങ്ങനെയാണ് എത്തിയത്. മന്ദാകിനി നമ്മള് മലബാറി വാറ്റ് എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ കൾച്ചറുമായിട്ട് വളരെ കണക്ട് ആവുന്ന രീതിയിൽ, പിന്നെ ഒരു വൈബ്. അപ്പൊ പിന്നെ പോപ്പ് കൾച്ചറിൽ ഒത്തിരി റെഫറൻസസ് ഉണ്ട് മന്ദാകിനിക്ക്. മന്ദാകിനി ഒരു ഫേമസ് ആക്ട്രസ് ആണ് നോർത്ത് ഇന്ത്യയിൽ. പിന്നെ വേറൊരു രീതിയിൽ ഒരു വാട്ട് ഈസ് എ റിബല്യസ് തിങ്, റൈറ്റ്? അപ്പൊ ഒരു നോർമലി നമ്മുടെ നാട്ടില് മിക്കവാറും ഒരു വെള്ളക്കാരൻ, ഒരു സായിപ്പിന്റെ പേരാണ് ആൽക്കഹോൾ ബ്രാൻഡിന് എഴുതുന്നത്. അപ്പൊ ആ ട്രെൻഡ് ഫസ്റ്റ് ചേഞ്ച് ചെയ്തത് എനിക്ക് വേണമെങ്കിൽ മഹാറാണി എന്ന് പറഞ്ഞിട്ട് അയർലൻഡില് ഒരു മലയാളി ജിൻ ലോഞ്ച് ചെയ്തതാണ്. പുള്ളിക്കാരി വിപ്ലവ സ്പിരിറ്റ് എന്നാണ് അതിന് പേരിട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ വിചാരിച്ചത് ലെറ്റ്സ് ഗോ വിത്ത് ഫീമെയിൽ നെയിം. അപ്പൊ ഇതെല്ലാം അങ്ങനെ കൂടിയിട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദാറ്റ്. അങ്ങനെയാണ് മന്ദാകിനിയിൽ വന്നത്. ഈ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മന്ദാകിനി എന്നാണ്. അതിനും എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇല്ല, മന്ദാകിനിയുടെ ആ മൂവിയുടെ ടീം ഇനീഷ്യലി മുതൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു സ്റ്റോറി ലൈൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഓക്കെ ആയിരുന്നു അതിന്. അപ്പൊ മന്ദാകിനി അതിലൊരു ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടർ. ആ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് മന്ദാകിനി വാറ്റുകുപ്പിയാണ്. അവർക്ക് ആ പേര് ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് കൊടുത്തു സെൻസർ ബോർഡിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുമായിട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ആവും ഫ്രം ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്.